ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്തിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അരുൺ സോളമനുടെ വിവരങ്ങൾ നൽകാൻ. അരുൺ സോളമൻ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം ഇതാ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു, ഇനിയും ആവർത്തിക്കുമെന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ 3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ചു കൂടിയാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ആ കടുത്ത തീരുമാനത്തിലേക്ക് എപ്പോഴാണ് അവർ എത്തിയത്? എങ്ങനെയായിരുന്നു ചർച്ച? ശ്രുതി, ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും കോൺഗ്രസ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനം മുന്നണി വിപുലീകരണം തന്നെയാണ്. അതിനുശേഷം നിരന്തരമായിട്ട് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു വിസ്മയം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന്റെ ആദ്യ തുടക്കം തന്നെയാണ് ഇന്നിപ്പോൾ രാപ്പകൽ സമര വേദിയിൽ ഐഷ പോറ്റി എത്തിയത്. അവർ കോൺഗ്രസ് അംഗത്വം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട്, കഴിഞ്ഞ 5 വർഷത്തിലധികമായി താൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകയായി തുടരുമ്പോൾ തന്നെയും വലിയ ഒരു അടച്ചിട്ട മുറിക്കകത്തിരിക്കുന്ന ഒരു അസ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയാതെ തന്നെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ഗോപാലിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറെക്കാലമായിട്ട് ചില ഭിന്ന അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് അവർ പ്രകടമാക്കിയിരുന്നു. ഇപ്പോൾ കുറച്ചു മുൻപ് അവർ സംസാരിച്ചപ്പോഴും ഈ അതൃപ്തിയൊക്കെയും മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പലപ്പോഴായി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്നും ഒരു ക്ഷണമുണ്ടാകുന്നു. അതിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ അടക്കമുള്ളവരോട് ചർച്ച നടത്തിയതിനു ശേഷമാണ് അവരിപ്പോൾ പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും കൊട്ടാരക്കര, അത് R ബാലകൃഷ്ണ പിള്ളയെ പോലുള്ള ഒരു പ്രമുഖ നേതാവിനെ മലർത്തിയടിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ 2006 തന്നെ അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ എത്തുന്നു. 12,000 വോട്ടുകൾക്ക് അവിടെ ഭൂരിപക്ഷത്തോട് ജയിച്ചെത്തുന്നു. പിന്നീട് നമ്മൾ കണ്ടത് തുടർച്ചയായിട്ട് വീണ്ടും 3 തവണ അവിടെ തെരഞ്ഞെടുക്കുന്നു. അതിൽ 20,000-ലധികം വോട്ടുകൾ നേടിയെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ അവർ 40,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൊട്ടാരക്കരയിലെ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഐഷ പോറ്റിക്കുണ്ട്. അത് കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിന്റെ ക്യാമ്പ് ഇപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊന്നും ചർച്ചകൾ ഉണ്ടായിട്ടില്ല. നിലവിൽ അങ്ങനെ പ്രതീക്ഷിച്ചോ അങ്ങനെയുള്ള അധികാരമോഹത്തോടു കൂടിയല്ല താൻ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ റിപ്പോർട്ടർ ജയശങ്കറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ് UDF അങ്ങനെ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ താൻ മത്സരിക്കുന്ന കാര്യം ആലോചിക്കും. അങ്ങനെ അന്നത്തെ സാഹചര്യം കണക്കിലെടുത്തായിരിക്കും ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ് ഐഷ പോറ്റി വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രാപ്പകൽ സമരവേദിയിലെത്തി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ക്ഷമിക്കാനുള്ള ആ പരിധി അത് അങ്ങേയറ്റം കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു മാത്രം അവസാനിപ്പിക്കുന്നു. ആരെയും കുറ്റപ്പെടുന്നില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള അതൃപ്തിയൊക്കെയും പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അവിടെയൊക്കെയും തന്നെ ഒഴിവാക്കിയ സമീപനമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പല വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിൽ വന്നാൽ കാണാൻ കഴിയുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ഐഷ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ 2021 എത്തിയപ്പോഴേക്കും തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു. പലപ്പോഴായിട്ട് ഈ വിഷയങ്ങളൊക്കെയും ഈ അതൃപ്തിയൊക്കെയും പാർട്ടിക്കുള്ളിൽ പറഞ്ഞു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയോടും ഈ ആ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയതാണ്. പക്ഷെ അതിലൊന്നും തന്നെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കേൾക്കാനോ താൻ പറഞ്ഞ പരാതികളോടൊന്നും തന്നെ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം പാർട്ടി കൈക്കൊള്ളാതെ വന്നപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് ഐഷ പോറ്റി എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. UDFിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള നീക്കം CPM മുൻ MLA ഐഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. ലോക്ഭവന് മുന്നിലെ കോൺഗ്രസ് സമരവേദിയിൽ നേതാക്കൾ മാലയിട്ടുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നു ഐഷ പോറ്റി. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.